വോയിസിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ഇൻ പാസീവ് ഫോമാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നോർമലി ഒരു സെൻറ്റൻസ് വരുമ്പം അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ നിന്ന് പാസീവ് വോയിസിലേക്കുള്ള കൺവേർഷനാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ് വരുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് വരുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ സെൻറ്റൻസിനെ നമ്മൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് പാസീവിലേക്ക് വരുമ്പോൾ ഉള്ള ഫോം എന്താ? ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിട്ട് എന്ത് എഴുതണം? ഓക്സിലറി വെർബ് എഴുതണം. മുമ്പേ എല്ലാം നമ്മൾ എന്ത് എഴുതിയത്? ആദ്യം എഴുതിയത് ഒബ്ജക്റ്റ് ആണല്ലേ എഴുതിയത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതരുത്. ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിച്ച് അത് ആദ്യം എഴുതി. ഓക്കെ, എന്നിട്ട് ഓക്സിലറി വെർബ് എഴുതിയല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം എന്ത് കൊടുക്കാൻ? ഒബ്ജക്റ്റ് കൊടുക്കാനായിട്ട്. ഒബ്ജക്റ്റ് കൊടുത്തു. പിന്നെ V3 ഫോം, V3 മസ്റ്റ് ആണല്ലോ, V3 ഫോം ഓഫ് ദി വെർബ്. പിന്നെ അഡീഷണലി എന്തെങ്കിലുമൊക്കെ ബാക്കി അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ ബൈ ചേർക്കുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഹൗ ഡു ദേ ടീച്ച് യുവർ ഗ്രാമർ? ഇതെന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോയിസിലുള്ള നോർമൽ സെന്റൻസ് ആണ് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിയേ, ഇത് രണ്ടാമത്തെ നോക്കണം കേട്ടോ. ഹൗ ആർ യു ടോക്ക് ഗ്രാമർ ബൈ ദം എന്നുള്ളത് നോക്കാം. നോക്കി, ഹൗ ഡു ദേ ടീച്ച് യുവർ ഗ്രാമർ എന്നുള്ളത് നോക്കണം. മൂന്നാമത്തെ സെന്റൻസും കൂടെയാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹൗ എന്നുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്. താഴോട്ട് എഴുതി, ഹൗ എന്നുള്ളത് താഴോട്ട് എഴുതിയല്ലോ. ഇനി അതിനകത്ത് അടുത്ത ഓക്സിലറി വെർബ് ഏതാ? ക്വസ്റ്റ്യനിലുള്ള ഓക്സിലറി വെർബ് ഏതാ? ഓക്സിലറി വെർബ് കണ്ടെത്തണം. ഏതാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടില്ല? ഓക്സിലറി വെർബ് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഓക്സിലറി വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടുത്തെ വെർബ് ഏതാ? ഡു ആണ് അല്ലെ, ഹൗ ഡു. അതിൽ ഡു ആണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബാക്കി മാറ്റണം. അതായത് ഇവിടെ ഡു പ്ലസ് ടീച്ച് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഡൂവിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡു വരുമ്പോൾ എന്താണ്? ഈസ് ഓർ ആം ഓർ ആർ വരാം അല്ലേ. അപ്പോൾ ഈസ് ഓർ ആം ഓർ ആർ ആണ് ഡു, സിമ്പിൾ ആയിട്ട്. ഇതൊക്കെ നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈസ് ഓർ ആം ഓർ ആർ അതൊക്കെ പഠിച്ചിട്ട് വേണം ഇങ്ങോട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് എന്താണ്? ടീച്ചാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 6 കൊടുക്കാം. ഓക്കെ, 6 കൊടുത്തു. അതുപോലെ എന്താണ്? പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്റ്റ് ഏതാണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ് അല്ലേ. ഗ്രാമർ എന്ന് എഴുതരുത്, കാരണം ഹൗ ഡു ദേ ടീച്ച് യു എന്നാണ് പറയുന്നത്. അവര് നിന്നെ പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പൊ നോക്കിയേ, അപ്പൊ യു ആണ് ഒബ്ജക്റ്റ് എഴുതി. V3 ഫോം ഏതാണ്? ടീച്ച് ടോക്ഡ് ആണ്. അപ്പൊ അത് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താണ്? ബാക്കി അഡീഷണലി വരുന്ന ഏതാണ്? ഗ്രാമർ എന്ന് എഴുതി. ബൈ ദം, ദേ ആണ് വന്നത്, അതുകൊണ്ട് ദം വന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും, ഡു എങ്ങനെ ആറായിട്ട് മാറിയെന്ന് കൺഫ്യൂഷൻ കാണും. ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ ഇതുപോലെ ഡു ഒക്കെയാണ് വരുന്നതെങ്കിൽ, ഡയറക്റ്റ് ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നോക്കാം. അപ്പൊ ഡു പ്ലസ് ടീച്ച് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഡൂവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസോർ ആമോർ ആർ ആണ് കിട്ടുന്നത്. ഈസോർ ആമോർ ആർ പ്ലസ് ഡു എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഇനി അതുപോലെ ഡിഡ് ആണെങ്കിൽ എന്താണ്? വാസ് ഓർ വെയർ ആണ് കിട്ടുന്നത്. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായിരിക്കും അതിന്റെ ഓക്സിലറി വെർബ് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സിമ്പിൾ ആയിട്ട് അങ്ങനെ പഠിച്ചു വെക്കാം. ഇനി എന്തുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞില്ല? നോക്കി, രണ്ടാമത്തെ സെന്റൻസ് ഹൗ ആർ യു ടോക്ക് ഗ്രാമർ എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ബൈദം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യുന്നില്ല? പ്രശ്നം വരുന്നില്ല. ബൈദം പറഞ്ഞു നമ്മൾ എക്സാക്റ്റ് ആയിട്ട് മാറ്റി എഴുതുമ്പോൾ ബൈദം പറയാം. ഇനി നോർമലി കാഷ്വലി അത് ബൈദം പറഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഓപ്ഷനിൽ ബൈദം ഇല്ല എന്ന് കരുതി ബാക്കിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ബൈദം ഇല്ലെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത നോക്കിക്കേ, വെൻ ഡിഡ് ദേ ബൈ ദി കാർ എന്നുള്ളതാണ്. ഓക്കെ, വെൻ എഴുതി. വെൻ ഏതാണ്? ക്വസ്റ്റ്യൻ വേർഡ് ആദ്യമേ എഴുതി. ഇനി ഓക്സിലറി വെർബാണ്. അപ്പോൾ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഡിനെ സ്പ്ലിറ്റ് ചെയ്യും. ഡിഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വാസ് ഓർ വെയർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ വാസ് ഓർ വെയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വാസ് കൊടുക്കാം അല്ലെ, വേറെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വെൻ വാസ്. അടുത്ത എന്താണ്? ഒബ്ജക്റ്റ് ഏതാണ്? ദ കാർ ആണ്. വെൻ വാസ് ദി കാർ. പിന്നെന്താണ്? V3 ഫോം ഏതാ? ബോട്ട് ആണ്. വെൻ വാസ് ദി കാർ ബോട്ട്. ബൈ ദം എന്ന് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ വെൻ വാസ് ദി കാർ ബോട്ട് എന്ന് പറഞ്ഞാലും മതി. അടുത്ത നോക്കിയേ, വേർ ഡിഡ് ദേ ഹൈഡ് ഹിം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു വേർ, ദെൻ ഡിഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വാസ് ഓർ വെയർ ആണ്. അപ്പൊ വേർ വാസ് എന്ന് എഴുതാം. വേർ വാസ്. ഇവിടുത്തെ സബ്ജക്ട് ഒബ്ജക്റ്റ് ഏതാ? ഹിം ആണ് അല്ലെ. ഹിം ആദ്യം എഴുതുമ്പോൾ എന്തായിട്ട് വരും? ഹി ആയിട്ട് വരും. അപ്പോൾ വേർ വാസ് ഹി. ഹൈഡ് എന്നുള്ളതിന്റെ V3 എന്താണ്? ഹിഡൻ.
അപ്പോൾ വേർ വാസ് ഹി ഹിഡൻ, ബൈ ദം എന്ന് കൊടുത്താലും മതി, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അടുത്ത നോക്കി, ഹൂ സാങ് ദിസ് സോങ് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം, ഹൂ സാങ് വരുമ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള ഹൂ മാത്രം താഴേക്ക് എടുത്ത് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇതിനു മുൻപൊക്കെ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഹൂ വരുമ്പോൾ മാത്രമുള്ള ഒരു പ്രത്യേകത, ഹൂവിന്റെ പാസീവ് ഫോമിലോട്ട് വരുമ്പോൾ ഹൂ മാത്രം പാസീവിലോട്ട് എടുത്ത് എഴുതരുത്, ബൈ ഹൂം എന്ന് വേണം എഴുതാനായിട്ട് ചെയ്യേണ്ടത്. അതായത് ഹൂയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ അത് പാസീവിലോട്ട് മാറുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എടുത്ത് എഴുതാം. പക്ഷെ ഹൂ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പാസീവ് വോയിസിലേക്ക് എടുത്ത് എഴുതുമ്പോൾ ബൈ ഹൂം എന്നായിട്ട് മാറും. അപ്പൊ എന്താണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ബൈ ഹൂം എന്ന് ആദ്യം എഴുതിയാൽ മതി. അപ്പൊ ബൈ ഹൂം, ബാക്കി അതുപോലെ തന്നെയാണ്. സാങ് ആണ് വരുന്നത് അല്ലേ. അപ്പൊ സാങ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എന്ത് വന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് വന്നിട്ടില്ല. അപ്പൊ സാങ് എന്ന് പറയുമ്പോൾ എന്താണ്, സാങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം V2 ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പോൾ വാസ് പ്ലസ് സിങ് ആണ് അല്ലേ, വാസ് പ്ലസ് സിങ്. ഇതൊക്കെ നമ്മൾ വെർബ് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചാലേ അറിയത്തുള്ളൂ. വാസ് പ്ലസ് സിങ് ആണ്. അപ്പൊ നോക്കി, വാസ് എഴുതി, അവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു. അപ്പൊ ബൈ ഹൂം വാസ് ദിസ് സോങ്, അതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ദിസ് സോങ്, അടുത്ത എന്താണ്, സാങ്ങിന്റെ V3 എന്താണ്, സങ് എന്ന് എഴുതാം. അടുത്ത നോക്കി, ഡിഡ് എനിവൺ കോൾ മീ എന്നുള്ളതാണ്. അപ്പൊ നോക്കി, ഡിഡ് എനിവൺ കോൾ മീ എന്നുള്ളത് ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും ആദ്യം വന്നിട്ടില്ല, പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്സിലറി വെർബാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് എടുക്കണ്ട, ബാക്കി റൂൾസ് അതുപോലെ എഴുതാമല്ലോ. നോക്കിയേ, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, അപ്പൊ നമ്മൾ അത് എഴുതിയില്ല. പിന്നെ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് ഉണ്ടോ, ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിലും ഡിഡ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം വാസ് ആണ്. അപ്പൊ വാസ് കൊടുത്തു. അപ്പൊ വാസ് എന്താണ്, പിന്നെ അടുത്ത വേണ്ടത് എന്താ, ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മീ ആണ്. മീക്ക് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്, പാസീവിലോട്ട് വരുമ്പോൾ അത് ഐ ആയിട്ട് മാറും. പിന്നെ എന്താണ് വേണ്ടത്, V3 ഫോം ഓഫ് ദി വെർബ്. വെർബ് ഏതാണ്, കാൾ. അപ്പൊ അതിന്റെ V3 കോൾഡ് എന്നായിട്ട് മാറും. വാസ് ഐ കാൾഡ് എന്ന് വരും. ബൈ എനിവൺ എന്നുള്ളതൊന്നും വേണ്ട, വാസ് ഐ കാൾഡ് എന്ന് മതി. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഹൗ ലോങ് വിൽ യു സപ്പോർട്ട് ഹെർ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അത് പാസീവിലോട്ട് മാറുമ്പോൾ ഇവിടെ ഹൗ ലോങ് നമ്മൾ ആദ്യം എഴുതണം, ആണല്ലോ, എഴുതി. ഓക്സിലറി വെർബ് ഏതാ, വില്ലാണ് അല്ലെ. ഓക്സിലറി വെർബ് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, ഇനി നമ്മൾ ഒബ്ജക്റ്റ് എഴുതണം അല്ലെ. ഒബ്ജക്റ്റ് ഏതാ, ഹെർ ആണ്. അത് വരുമ്പോൾ എന്തായിട്ട് മാറും, ഷീ ആയിട്ട് മാറും. ഓക്കെ, ഷീ എഴുതി, ഷീ ബി സപ്പോർട്ടഡ് എന്ന് വന്നു. അപ്പൊ എന്താ അങ്ങനെ വന്നേ, നോക്കി ഈ സെന്റൻസ് നോക്കി, ഹൗ ലോങ് വിൽ യു സപ്പോർട്ട് ഹെർ എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ഫ്യൂച്ചറിനമാണ് നമ്മൾ വരുന്നില്ലേ, ഉണ്ടല്ലേ, ഒരു ഫ്യൂച്ചർ ടെൻസിന്റെ ഒരു ചായ്വ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരു പ്രസന്റും ക്വസ്റ്റ്യൻ വേർഡ് ഒക്കെ വന്നെങ്കിൽ പോലും ഒരു പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഒക്കെ ഒരു ടച്ച് ആയിരുന്നു വന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഇനി വരുന്ന ഈ ഒരു 6ാമത്തെ ക്വസ്റ്റ്യനും ഇനി 7ാമത്തെ ക്വസ്റ്റ്യനും ഒക്കെ ഒരു ഫ്യൂച്ചറിന്റെ ടച്ച് വരുന്നില്ലേ. കാരണം വിൽ, ക്യാൻ അങ്ങനെയുള്ള ഓക്സിലറി വെർബ്സ് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ബി കൊടുത്തിട്ട് V3 ഫോം ഓഫ് ദി വെർബ് കൊടുത്തത്. ഓക്കെ, ഫ്യൂച്ചറിന്റെ റൂൾ പഠിച്ചപ്പോൾ നമ്മൾ ഇതും പറഞ്ഞതാണ്. അപ്പൊ ഹൗ ലോങ് വിൽ ഷി ബി സപ്പോർട്ടഡ് എന്ന് വരും. ഇനി അടുത്ത് നോക്കിയേ, ക്യാൻ യു ഹെൽപ്പ് മീ എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻ ആദ്യം കൊടുത്തു, ഓക്കെ ആണോ. അത് കഴിഞ്ഞിട്ട് മീ ആണ് അല്ലെ, മീ വരുമ്പോൾ ഐ ആയിട്ട് വരും. ക്യാൻ ഐ, പിന്നെന്താണ്, ക്യാൻ ഐ കഴിഞ്ഞാൽ എന്താണ്, ബി കൊടുത്തു അല്ലെ. ഇതൊരു ഫ്യൂച്ചർ പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ട് ക്യാൻ ഐ ബി എന്ന് കൊടുത്തു. അപ്പൊ ക്യാൻ ഐ ബി, പിന്നെന്താണ് V3 ഫോം എന്താ, ഹെൽപ്ഡ്. ക്യാൻ ഐ ബി ഹെൽപ്ഡ് ബൈ യു നോ ഒന്നും വേണ്ട. അപ്പൊ ക്യാൻ ഐ ബി ഹെൽപ്ഡ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നത്, ക്വസ്റ്റ്യൻസുകളെ ഈ പറയുന്ന രീതിയിൽ ആക്റ്റീവിന്ന് പാസീവിലോട്ട് മാറ്റുന്നത് ഈ രീതിയിലാണ്. ഇനി ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ട് അല്ലേ. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഓർഡർ ചെയ്യുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നു, അത്തരത്തിലുള്ള സെന്റൻസ്, അഡ്വൈസ് ചെയ്യുന്നു, അത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗെറ്റ് ഔട്ട്, പ്ലീസ് കം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അത്തരത്തിലുള്ള സെന്റൻസിനെ നമ്മൾ എങ്ങനെ പാസീവിലോട്ട് മാറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. കോമൺ റൂൾ ആണ് കേട്ടോ. അത്തരത്തിലൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് എന്ന് തോന്നിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് എന്നുള്ളത് ആദ്യം എഴുതുക. ലെറ്റ് പ്ലസ് പിന്നെ ഒബ്ജക്റ്റ് എഴുതുക. പിന്നെ അതിനിടയിൽ എന്ത് കൊടുക്കുക, ബി കൊടുക്കുക, V3 ഫോം ഓഫ് ദി വെർബ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും അഡീഷണലി എഴുതാനുണ്ടെങ്കിൽ അത് ചേർക്കാം. ഓക്കെ, നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. സ്റ്റോപ്പ് ദി നോയ്സ് എന്ന് പറയുന്നത്, അതൊരു സ്റ്റോപ്പ് ദി നോയ്സ് എന്നുള്ളത് ഒരു കമാൻഡ് ആയിട്ട് പറയാം. കമാൻഡ് ആയിട്ടാണ് പറയുന്നത്, ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടൊക്കെ പറയാണ്. ഓക്കെ, സ്റ്റോപ്പ് ദി നോയ്സ്. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, നമുക്ക് അപ്പോഴേ കാണുമ്പോഴേ മനസ്സിലാവും ദാറ്റ്സ് ആൻ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് മനസ്സിലാവും.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലെറ്റ് കൊടുത്തു. ഓക്കെ, ലെറ്റ് എഴുതി. ഇനി എന്താണ് ഒബ്ജക്റ്റ്? ദ നോയ്സ് ആണ് ഒബ്ജക്റ്റ് അല്ലേ? ദ നോയ്സ് കൊടുത്തു. അപ്പൊ ലെറ്റ് ദ നോയ്സ്, പിന്നെന്താണ്? ബി ആണ് കൊടുക്കേണ്ടത്, ബി. അത് കഴിഞ്ഞിട്ട് V3 ഫോം ഓഫ് ദി വെർബ് ഏതാ? സ്റ്റോപ്പിൻ്റെത് സ്റ്റോപ്ഡ്. സിമ്പിൾ. ലെറ്റ് ദി നോയ്സ് ബി സ്റ്റോപ്ഡ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഡു യുവർ വർക്ക് എന്ന് പറയുന്നത് അത് ഒരു അഡ്വൈസ് ആയിട്ട് പറയാൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടൊക്കെ പറയാനായിട്ട് പറ്റും. ഡു യുവർ വർക്ക് എന്ന് പറയാണ്, കമാൻഡ് ആയിട്ടൊക്കെ പറയുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നോക്കി, അവിടെ നമ്മൾ ലെറ്റ് കൊടുത്തു. ഒബ്ജക്റ്റ് ഏതാണ്? യുവർ വർക്ക് ആണ് അല്ലേ? അപ്പൊ യുവർ വർക്ക് കൊടുത്തു. അപ്പൊ ലെറ്റ് യുവർ വർക്ക് ബി എന്താണ്? ബി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഡൂവിന്റെ V3 ആണ്, ഡൺ. ഓക്കെ, ലെറ്റ് യുവർ വർക്ക് ബി ഡൺ. സിമ്പിൾ. അടുത്ത് നോക്കിയേ, മൂന്നാമത്തത് ഹാവ് ദി കോഫി പ്ലീസ്. അതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? ഹാവ് ദി കോഫി പ്ലീസ്, കാരണം പ്ലീസ് വന്നതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ എ റിക്വസ്റ്റ്, ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അവിടെ വരുന്ന എന്താണ്? ലെറ്റ് കൊടുത്തു. അപ്പൊ ലെറ്റ് കഴിഞ്ഞു. എന്താണ് അവിടുത്തെ ഒബ്ജക്റ്റ്? ദ കോഫി ആണ് അല്ലേ? ലെറ്റ് ദ കോഫി എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ബി വേണം. ലെറ്റ് ദ കോഫി ബി എന്താണ്? V3 ഫോം ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. V3 ഫോം ഓഫ് ദി വെർബ് ആണ്, ഒബ്ജക്റ്റ് അല്ല, V3 ഫോം ഓഫ് ദി വെർബ് ആണ്. ഹാവിൻ്റെത് ഏതാണ്? ഹാഡ് ആണ്. അപ്പൊ ലെറ്റ് ദി കോഫി ബി ഹാഡ് എന്ന് കൊടുക്കാം. പിന്നെ ഈ പ്ലീസ് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പിന്നെ അതിലോട്ട് മാറ്റുമ്പോൾ പ്ലീസ് അങ്ങനെയുള്ള വേർഡ്സുകളൊന്നും വേണ്ട. ലെറ്റ് ദി കോഫി ബി ഹാഡ് എന്ന് മതി. ഇനി ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്, കമാൻഡ് ആയിട്ട് പറയുകയാണ്. അപ്പൊ നോക്കിയേ, അതിനെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അതിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ എന്താ? ഇവിടെ ഇവിടെ നേരത്തെ പോലെ നമുക്ക് എടുത്ത് ലെറ്റ് ചേർത്ത് മാറ്റാൻ പറ്റത്തില്ല. കാരണം നേരത്തെയൊക്കെ ഒരു എന്താണ്, ഒരു വെർബൊക്കെ വരുന്നുണ്ട്, ഓൾറെഡി ഒരു വെർബൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്? ഡു എന്നും ഹാവ് എന്നും സ്റ്റോപ്പ് എന്നും ഒക്കെ ഉള്ളൊരു വെർബ് വരുന്നുണ്ട്. സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ലെറ്റ് ഒക്കെ ചേർത്ത് എഴുതാനായിട്ട് പറ്റുന്നത്, ലെറ്റും ബിയും ഒക്കെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ സിമ്പിൾ ആയിട്ട് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് പറയുകയാണ്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ്, ചില കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, സജഷൻസ്, അതൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. അവിടെ ഒബ്ജക്റ്റ് എന്നോ അല്ലെങ്കിൽ ഈ വെർബ് എന്നോ ഒന്നും വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ കേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ഇങ്ങനെയും കൂടി പരിഗണിക്കാം. യു ആർ ആസ്ക്ഡ്, അതായത് നമുക്ക് അവിടെ ഇപ്പം അത് നോക്കിയിട്ട് അതൊരു കമാൻഡ് ആണോ റിക്വസ്റ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് യു ആർ എന്നുള്ളത് ചേർക്കാം. എന്താണ് ചേർക്കേണ്ടത്? യു ആർ എന്ന് ചേർക്കുക. അപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? യു ആർ ആദ്യം ചേർത്തു ആണല്ലോ, ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഇതൊരു ആസ്ക്ഡ് പറയുന്നതായിട്ട് എഴുതാം, പറയുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, വിചാരിക്കാം, ഓർഡർ ആയിട്ട് വിചാരിക്കാം, അതുപോലെ ഒരു സജഷൻസ് ആയിട്ട് വിചാരിക്കാം, എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ആസ്ക്ഡ് ടു, അത് നമ്മൾ ഓപ്ഷൻ നോക്കി എഴുതണം. ആസ്ക്ഡ് ടു ഓർഡർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓർഡേർഡ് ടു എന്ന് എഴുതാം. അതൊരു സജഷൻ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ സജസ്റ്റഡ് ടു എന്ന് എഴുതാം. ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നിയത് ആസ്ക്ഡ് ടു പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ ആസ്ക്ഡ് ടു എന്ന് കൊടുക്കാം. അപ്പൊ യു ആർ ആസ്ക്ഡ് ടു, പിന്നെ അതുപോലെ തന്നെ എഴുതാം ഗെറ്റ് ഔട്ട്. ഓക്കെ, പിന്നെ അതുപോലെ വർക്ക് ഹാർഡ് എന്ന് പറയണം. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് എഴുതാം? ലെറ്റ് വെച്ച് എഴുതണോ? വേണ്ട. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യു ആർ ആദ്യം എഴുതി. പിന്നെ ഇത് ഒരു, എനിക്ക് തോന്നുന്നു ഇതൊരു അഡ്വൈസ് പോലെയാണ്. വർക്ക് ഹാർഡ്, നന്നായിട്ട് പഠിക്കണം എന്നൊരു അഡ്വൈസ് പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് കൊടുത്തു? അഡ്വൈസ്ഡ് ടു എന്ന് കൊടുത്തു. അപ്പൊ യു ആർ അഡ്വൈസ്ഡ് ടു എന്താണ്? വർക്ക് ഹാർഡ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോപ്പ് എന്ന് പറയണം. അപ്പൊ അവിടെയും എനിക്ക് ഒബ്ജക്റ്റ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറയുന്ന കണ്ടീഷൻസിൽ എന്ത് കൊടുക്കാം? യു ആർ ആദ്യം കൊടുക്കാം. അപ്പൊ യു ആർ ആദ്യം കൊടുത്തു. പിന്നെ ഇതെന്താണ്? ആസ്ക് ചെയ്യണം, പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണ്? ആസ്ക്ഡ് ടു എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്റ്റോപ്പ്. അപ്പൊ ഈ ആസ്ക്ഡ് ടു, അതുപോലെ അഡ്വൈസ്ഡ് ടു, സജസ്റ്റഡ് ടു ഒക്കെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, ആപ്റ്റായിട്ട് ഏതെങ്കിലും ഒന്നായിരിക്കും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ലെറ്റ് ചേർത്താണ് ഉള്ളതാണ് മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ യു ആർ എന്നുള്ള രീതിയിൽ എഴുതുന്നത് വളരെ റയർ ആയിട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലെറ്റ് വെച്ചിട്ടാണ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ അതിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി.